പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നത് എന്നറിയാമോ? കണ്ണൂർ പോലീസ് മൈതാനത്ത് ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രവേശന പാസ് 60 രൂപയാണ്. അതും കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ആദ്യം തന്നെ കാണാനുള്ളത് പുഷ്പാലങ്കൃതമായ ഒരു അരിയന്നമായിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നന്നായിട്ട് അവർ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അക്വേറിയം ഉണ്ട്, അതിൽ നിറയെ മീനുകളുണ്ടായിരുന്നു. പിന്നെ പൂക്കളുടെ ലോകത്തേക്ക് ഞങ്ങൾ അങ്ങ് പ്രവേശിച്ചു. ഒരു പൂവ് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ആനന്ദം ഉള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടായാലോ അതൊരു നയനമനോഹരമായ കാഴ്ചയായിരിക്കും അല്ലേ? പല തരത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു. ഓണത്തിനെല്ലാം നമ്മൾ പൂക്കളം ഇടില്ലേ, അതേപോലെ ഡിസൈനിൽ സ്റ്റാറിൻ്റെയും ലവ് ചിഹ്നത്തിൻ്റെയും ഒക്കെ ഡിസൈനിൽ പൂക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മല്ലികപ്പൂ ഉണ്ടായിരുന്നു, ജമന്തിപ്പൂ ഉണ്ടായിരുന്നു, ബോഗൻവില്ല ഉണ്ടായിരുന്നു, പോപ്പിച്ചെടി ഉണ്ടായിരുന്നു. അങ്ങനെ പല വർണ്ണത്തിലും മണത്തിലുമുള്ള പൂക്കളുണ്ടായിരുന്നു. ഞങ്ങൾ ഞായറാഴ്ചയാണ് അവിടെ പോയത്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. കുറേ ആൾക്കാർ അരയന്നത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്, കുറേ ആൾക്കാർ പൂക്കളുടെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്, അങ്ങനെ എല്ലാവരും തിരക്കിലായിരുന്നു. പല സ്റ്റാളുകളും പൂക്കൾ വാങ്ങാനും ഉണ്ടായിരുന്നു. പിന്നെ ചട്ടികൾ വിൽക്കാനുണ്ടായിരുന്നു. അവിടെ പൂച്ചട്ടികളുണ്ടായിരുന്നു, കറി വയ്ക്കുന്ന ചട്ടികളുണ്ടായിരുന്നു, പിന്നെ കപ്പ് ഉണ്ടായിരുന്നു. കപ്പിനൊക്കെ നല്ല വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ എങ്കിൽ വില കൂടുതലായതിനാൽ വാങ്ങിയില്ല. അനിയത്തിക്കായിരുന്നു കപ്പ് വാങ്ങണമെന്ന് കുറേ ആഗ്രഹിച്ചത്. പിന്നെ വിത്തുകൾ വിൽക്കാനുണ്ടായിരുന്നു അവിടെ. വെണ്ട വിത്ത്, പയർ വിത്ത്, ചീര വിത്ത്, പടവലത്തിൻ്റെ വിത്ത് എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ചീര വിത്തും വഴുതിങ്ങ വിത്തും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഹൽവിയും കടലയും പുളിമുട്ടായിയും ഒക്കെ വിൽക്കുന്ന സ്റ്റാളുകളുണ്ടായിരുന്നു. പഴയ കാലത്തെ കുറേ നമ്മൾ അന്യം നിന്ന് പോയ ഒരുപാട് മിഠായികൾ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുറച്ച് വാങ്ങി നുണഞ്ഞും നോക്കി. നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമിൻ്റെ ലോകത്തേക്ക് എത്തി. പിസ്തയുടെയും വാനിലയുടെയും സ്ട്രോബെറിയുടെയും ഒക്കെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരുന്നു. പിന്നെ റൈഡുകൾ ഉണ്ടായിരുന്നു. അത് വൈകുന്നേരം മാത്രമേ ഓപ്പൺ ആവൂ എന്ന് പറഞ്ഞു. ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി.